അസ്സലാമു അലൈക്കും. നമ്മൾ 12ാമത്തെ നോമ്പിലേക്ക് വേണ്ടിയിട്ട് എണീച്ചിരിക്കുകയാണ്. 12ാമത്തെ നോമ്പ് ഇവിടെ ഇന്ന് ഇപ്പോൾ തുടങ്ങാണ്. ആ 12ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായി ഡേ ഇൻ മൈ ലൈഫ് ഇൻ റമദാൻ വ്ളോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഷിം വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ആസ് യൂഷ്വൽ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നോമ്പിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ, മറക്കണ്ട. ഫാമിലീസും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോക്കും ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തി നമ്മൾ മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയിക്കുക. ആഫ്റ്റർ റമദാൻ 10 ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വിശേഷത്തിലേക്ക് പോയാലോ? കമോൺ. അപ്പോൾ കേസ് അങ്ങനെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞു. സുബഹിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം. കിടന്നുറങ്ങി എണീച്ചിട്ടാണ് ബാക്കി വിശേഷം ഉണ്ടാവുക. ഉറങ്ങണം എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില പുറത്ത് പോകണത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് ഒരു 10 മണിയാകുമ്പോൾ ഒന്ന് എണീക്കണം. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കോളി, ഉറങ്ങി എണീച്ചിട്ട് കാണാം. അപ്പം നമ്മളങ്ങനെ എണീച്ചു, കുളിച്ചു. 12:30 മണി നമ്മൾ നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ ഇന്ന് 12 ഏകദേശം 18 നോമ്പും കൂടി ഉള്ളൂ നമുക്ക് ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, ലൈവ് കാണാൻ മറക്കണ്ട കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ 12ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടറിയാം. ഇനി നോമ്പ് തുറക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണവശാലും കേസ് മറക്കരുത് കേട്ടോ. നമുക്ക് പോയാലോ കടയിൽ കൊണ്ടൊന്നും കാണിക്കില്ല, എല്ലാ വീഡിയോയിൽ കാണിക്കണമല്ലേ, അതുകൊണ്ട് അതൊന്നും കാണിക്കില്ല. ജസ്റ്റ് പോയിട്ട് വരാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് ഈ നടന്നു പോകണമെന്നുള്ളത്. ഈ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എവിടേക്കാണ് എത്തുന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ അതുപോലെ തന്നെ ഇന്ന് വർക്കിംഗ് ഡേ ഉണ്ട്. എവിടേക്കാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് കണ്ടോക്കി എവിടേക്കാണുള്ളത്. അപ്പം നമ്മൾ നെച്ചുവിനെ വിളിക്കാൻ വേണ്ടി വന്നിക്കാണ്. ഇന്ന് അങ്കലവാടി ഉണ്ട്. അങ്കലവാടിയിൽ നിന്ന് തുടർന്ന് കാണിക്കുന്നുള്ളൂ, കൂടുതലൊന്നും കാണിക്കില്ല. അപ്പം നെച്ചുവിനെ വിളിച്ചിട്ട് പോകുമ്പോൾ നെച്ചുവിനോട് ബാക്കി വിശേഷങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. അത് വിളിക്കണം, ചോദിച്ചോക്ക്. പോട്ടെ പറയും, ടാറ്റ പറഞ്ഞ എന്തൊക്കെ വിശേഷങ്ങൾ പറയും. എന്തൊക്കെ പഠിച്ചെന്ന് MC ആര് നീ തള്ളണ്ട കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പയ്യെ. അപ്പം ഗൈസ് നമ്മുടെ സ്ഥലത്തേക്ക് വന്നിക്കാണ്. നമ്മളിവിടെ കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് ഇപ്പുറത്ത് ചേറുമ്പാല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ഇതായി അവിടേക്ക് വന്നിക്കാണ്. പൊന്തയും കാടൊക്കെ അയക്കണത് വരെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാത്തവൻ്റെ തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുന്നതാണ് നമ്മുടെ സ്ഥലം. പെരല്ല, പെരൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ നേരത്തെ പൊടിയായി. അപ്പോൾ ഗൈസ് ഇവർ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. 2 ചക്ക ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഇത് മൂത്തുക്കണോ ഇല്ലേന്ന് അറിയില്ല, അല്ലാണ്ട് അങ്ങനെ പൊട്ടിക്കാന്ന് അറിയില്ല ഗൈസ്. നല്ല ഹൈറ്റിലാണ് ഇത് കയറിയിട്ട് പൊട്ടിക്കണം. നമ്മുടെ അയൽവക്കത്തൊക്കെ ഒരു വീടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്താണ് വീടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എന്താ സ്ഥലം ഏതെന്ന് തന്നെ അറിയേണ്ട അവസ്ഥ. കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിണറുണ്ട് ഇവിടെ. കിണറ്റ് വെള്ളത്തിൻ്റെ കാര്യമൊന്നും നോക്കട്ടെ. മാഷാല്ലാ വെള്ളമൊക്കെ ഉണ്ട്. 3 കോല് 5 കോലിക്ക് വെള്ളമുണ്ട്. 5 അല്ല 4 കോലിക്ക് വെള്ളമുണ്ട് ഗൈസ്. ഫുള്ള് കെട്ടിയ കിണറാണ്. നല്ല നോമ്പല്ലേ കണക്ക്. ചെറിയ മാങ്ങ മുച്ചുമ്പോൾ ചെറിയ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കാണുന്നുണ്ടോ ഗൈസ്? കണ്ടാ ഇതാണ് ഞങ്ങളുടെ തൊടി കേട്ടോ. ഗൈസ് ഇതാണ് കേട്ടോ വഴിയുള്ളത്. 4 വഴിയുണ്ട് നമ്മുടെ തൊടിയിലേക്ക് വരാൻ. ഒരിക്കൽ നിങ്ങളെ ബിരിയാണി കഴിക്കാൻ പോയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയെന്ന് പറഞ്ഞിട്ട്. ഇത് നേരെ പോണത് മംഗലത്തേക്കാണ്. പഞ്ചായത്തിൻ്റെ മുമ്പിലേക്ക് ചെന്ന് ചേരും. അങ്ങനെ പോവാം. പിന്നെ തിരിച്ച് ബാക്കിലോട്ട് പോയ പത്തിരിപ്പാല, തിരിച്ചിങ്ങോട്ട് പോയ പഴയലേക്കടി, പിന്നെ അങ്ങോട്ട് സൈഡിലേക്ക് പോയ മണ്ണൂർ. 4 വഴിക്ക് കൂടെ നമുക്ക് വരാൻ പറ്റുന്ന സ്ഥലത്താണ് നമ്മൾ സ്ഥലം നിലനിന്നുള്ളത് ഗൈസ്. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴികളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് അങ്ങനെ പോയി വീട്ടിൽ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും എത്തണം. ഗൈസ് അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയം ഇവിടെ അയക്കുകയാണ്. നമുക്കിത് നോമ്പ് തുറക്കാനുള്ളത് പോക്കറ്റ് ഷവർമ മീൻസ് ബ്രെഡ് പോക്കറ്റ് എന്നൊക്കെ പറയും. ചിക്കനും ഒക്കെ ഫില്ല് ചെയ്ത സാധനമാണ്. അതുപോലെ തന്നെ മാംഗോ ജ്യൂസ്, സാധാരണ അതുപോലത്തെ ലൈം ജ്യൂസും, പിന്നെ തരിക്കഞ്ഞി അല്ലത്. ഇന്ന് നമുക്ക് ജീരക്കഞ്ഞി അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ്. ഷാബുഖാൻ്റെ ഇവിടെ നിന്നിട്ട് തരിക്കഞ്ഞിയായിരുന്നു നമുക്ക് ഉണ്ടായത്.
ഒരാൾ ഇവിടെ നോമ്പ് മുറിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക, നോമ്പില്ലാത്ത ആൾ. ഒരാൾ നോമ്പെടുത്ത് ക്ഷീണിച്ച് തളർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാ നിമിഷങ്ങളൊക്കെ വാങ്ങും കൊടുക്കും ഗൈസ്. അപ്പം നമുക്ക് അവസാനം ടേബിൾ സെറ്റ് ചെയ്ത് നോമ്പ് തുറക്കാനുള്ളത് നമ്മൾ 5 ആൾക്കാരുണ്ടായിരുന്നത്. അപ്പം നോമ്പ് തോന്നിട്ട് വിശേഷങ്ങൾ നിസ്കാരം കഴിഞ്ഞ് കഴിക്കണ വീഡിയോ കൊണ്ടിട്ട് ഞാനിപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ കേസ് അങ്ങനെ നിസ്കാരം കാര്യങ്ങളും നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് കുറച്ച് പാകഷാവ ബാക്കിയുണ്ടായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. നമുക്കിന്ന് മെയിനായിട്ടുള്ളത് ഇഡ്ഡലിയും ദോശയാണ്. അപ്പോൾ ഞാൻ ദോശയാണ് എടുത്തത്. നല്ല കട്ട ചട്ടണിയും ദോശയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നല്ല ചട്ടണിയാണത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ദോശയായിട്ടുണ്ടായിരുന്നത്. നൈസായിട്ട് ദോശ ഉണ്ടാക്കി തന്നത്. ഇഡ്ഡലിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ദോശ ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് 12ാമത്തെ നോമ്പ് മാഷാ അല്ലാഹ് അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 12ാമത്തെ നോമ്പ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ അങ്ങനെ ആക്കാല്ലേ, നമുക്കിന്ന് വീണ്ടും നാളെ കണ്ടുമുട്ടാം. നാളത്തെ നോമ്പ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ എന്തെങ്കിലും വെറൈറ്റിയിലൊക്കെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. സെക്കൻഡ് ടൈം ബൈ.